എൻ്റെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. എന്താണെന്നറിയോ, ഞാൻ ഇന്നൊരു ഇവിടെ എൻ്റെ പുറകിൽ കാണുന്നില്ലേ ഒരു മരം, ഇത് എന്ത് മരമാണെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ? ഇത് ചെറുനാരങ്ങയുടെ മരമാണ്. ഇതിൽ ഒരുപാട് ചെറുനാരങ്ങ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാനതൊക്കെ കണ്ടപ്പോൾ എനിക്കതൊക്കെ പൊട്ടിക്കാൻ തോന്നും. എന്തൊരു ഭംഗിയാണെന്നറിയോ. ഇത് ഞാൻ അധികം വീടുകളിലൊന്നും കണ്ടിട്ടില്ല കേട്ടോ. ഇതാ ഈ മരത്തിലൊക്കെ കാണുന്നില്ല നിങ്ങൾ, ചെറിയ നാരങ്ങ ഉണ്ടായി നിൽക്കുന്നത്. ഇത് കണ്ടോ, ചെറുത്. അങ്ങനെ ഒരുപാട് ഇവിടെ നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിലൊക്കെ പഴുത്തതും പച്ചയും അതുപോലെ ചെറുതും ഒക്കെ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതിൽ പഴുത്തതൊക്കെ ഞാനിന്ന് പൊട്ടിക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളും കൂടെ കണ്ടോളൂ. ഇവിടെ ഇപ്പോൾ ഇത് ഉണ്ടാവാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു വർഷമായിട്ടുള്ളൂ. ഇതിൽ കായ ഉണ്ടാവാൻ തുടങ്ങിയിട്ട്. ഇതിൽ കായ ഉണ്ടാവാൻ തുടങ്ങിയാൽ ഒരുപാട് അങ്ങോട്ട് ഉണ്ടായിട്ട് ആ ഒരു സീസൺ കഴിഞ്ഞാൽ ഒക്കെ പഴുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്തത് ഉണ്ടാവണമെങ്കിൽ കുറച്ച് ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് അടുത്തത് ഉണ്ടാവുന്നത്. അപ്പോൾ ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് ചെറുനാരങ്ങയുടെ ആവശ്യം അത്രയ്ക്കില്ല. വെള്ളമൊന്നും അധികം ആരും വെള്ളമൊക്കെ കുടിക്കുന്നത് കുറവല്ലേ, അപ്പോൾ അധികം ചെറുനാരങ്ങയുടെ ആവശ്യം വരുന്നില്ല. അപ്പോൾ നമ്മളിത് സ്റ്റോർ ചെയ്ത് വെക്കാം, നിങ്ങൾക്ക് ഫ്രിഡ്ജിലൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാം. പിന്നെ നമുക്ക് അച്ചാർ ഉണ്ടാക്കാമല്ലോ. അപ്പോൾ നമുക്ക് വേഗം പൊട്ടിക്കാം. ഈ മരത്തിൽ നിറയെ മുള്ളാണ്. അപ്പോൾ നമ്മൾ സൂക്ഷിച്ചിട്ട് വേണം ഇത് പൊട്ടിക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ കൈ മുറിയും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം നിങ്ങൾ. അപ്പോൾ ഇവിടെ ഇതാ ഒരുപാട് നിൽക്കുകയാണ്. എനിക്ക് താഴെ ഉള്ളതൊക്കെ ഞാൻ പൊട്ടിക്കുന്നുണ്ട്, മുകളിലുള്ളത് നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഇതിൽ ഏകദേശം പഴുത്ത ചെറുനാരങ്ങയൊക്കെ നമുക്ക് ഇങ്ങനെ വീണ് കിട്ടാറുണ്ട്. എന്നും ഡെയിലി ഇങ്ങനെ വീണ് കിട്ടും നമുക്ക്. 3-4 ഡെയിലി വീണ് കിട്ടാറുണ്ട്. ഇവിടെ ഇപ്പോൾ അത്യാവശ്യം കുറച്ചൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഈ നാരങ്ങയ്ക്ക് നല്ല മണമല്ലേ? ഈ നാരങ്ങയുടെ മണം എനിക്ക് നല്ല ഇഷ്ടമാണ്. നിങ്ങൾക്കൊക്കെ അങ്ങനെ ഇഷ്ടമുണ്ടോ ഇതിൻ്റെ മണം? അത്യാവശ്യം കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞാൻ എത്തുന്നിടത്തു നിന്നൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. ഇനി എത്താത്തിടത്ത് ഞാനൊരു വടി വെച്ച് അടിച്ച് നോക്കട്ടെ. അങ്ങനെ അടിച്ച സമയത്ത് ഒരുപാട് ചെറുനാരങ്ങ അവിടെ ഇവിടെയൊക്കെ വീണ് കിടക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് പെറുക്കട്ടെ. ഇതിൻ്റെ ഇടയിൽ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മഴ പെയ്തപ്പോൾ ഞാനത് അവിടെ നിർത്തി. പിന്നെ ഭക്ഷണം കഴിച്ചു. ഒരു വൈകുന്നേരമൊക്കെ ആയിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ വീണ്ടും വന്നിട്ട് ബാക്കിയുള്ളതും കൂടെ ഒന്ന് പൊട്ടിക്കട്ടെ പെട്ടെന്ന്. ഇതിങ്ങനെ നിറയെ കായ്ച്ചു നിൽക്കുന്നത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണെന്നറിയോ. ഇതിങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ ഇതിൻ്റെ ഭംഗി നിങ്ങൾക്ക് എത്രത്തോളം അങ്ങോട്ട് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് വ്യക്തമാവുന്നില്ല. ഇത് നേരിട്ട് കാണുമ്പോഴേ ഇതിൻ്റെ ആ ഒരു ഭംഗി നിങ്ങൾക്ക് അങ്ങോട്ട് കറക്റ്റ് അങ്ങോട്ട് ആസ്വദിക്കാൻ പറ്റുള്ളൂ. ഇതാ ഇവിടെ നോക്ക്, ചെറുനാരങ്ങയുടെ പൂവ്, നല്ല വെള്ള കളറിലുള്ള ഒരു കുഞ്ഞു പൂവ്. ഇതാ ഇവിടെ ഇതാ എല്ലായിടത്തും ചെറിയ നാരങ്ങകൾ ഉണ്ടായി നിൽക്കുന്നുണ്ട്.
മരമൊക്കെ നനഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് എല്ലായിടത്തും വെള്ളത്തുള്ളികളാണ്, ഇലയിലും എല്ലായിടത്തും വെള്ളത്തുള്ളികളാണ്. അപ്പം ഞാനിതിങ്ങനെ കുടഞ്ഞു കൊടുക്കുമ്പോൾ അതിങ്ങനെ നമ്മുടെ മേത്തേക്ക് തെറിക്കുമ്പോൾ നല്ല രസമല്ലേ? നിങ്ങൾക്ക് ഇഷ്ടമാണോ? എനിക്കിതൊക്കെ ഇഷ്ടമാണ്. അപ്പം ഞാനിതൊക്കെ ഇങ്ങനെ വെറുതെ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 പേരും കൂടെ വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ കണ്ടോ? ഇവിടെ ഇത് അതൊരു അലമ്പാക്കാനായിട്ട് വന്നിട്ടുണ്ട്. അവന് ഒന്നും ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. അവനിപ്പോൾ ഫ്രീഡം കിട്ടിയിരിക്കുകയാണ്. അകത്തന്നെ അവിടെ ഓടി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന് അത്ര ഒരു എൻജോയ്മെൻറ്റ് കിട്ടുന്നില്ല തോന്നുന്നു. അപ്പോൾ പുറത്തേക്ക് നമുക്ക് ഇറങ്ങിയപ്പോൾ അവനുണ്ടല്ലോ എന്തോ കിട്ടിയ പോലെ, സ്വർഗം കിട്ടിയ പോലെയൊക്കെയാണ് അവൻ കാണിക്കുന്നത് കാണുമ്പോൾ തോന്നുന്നത്. പിന്നെ ഇവർ 2 പേരും കൂടെ ഇവിടെ കുറേ നേരം ചെറുനാരങ്ങ എറിഞ്ഞോണ്ട് കളിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ അതൊരു ഫുൾ അലമ്പാണ്. അവന് ഇവിടെ നിന്ന് താഴേക്ക് വരുന്നേ ഇല്ല. ഞാൻ കുറേ നേരമായി ശ്രമിക്കുന്നു അവനെയും കൊണ്ട് താഴേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. എന്തായാലും അവനിപ്പോൾ ഇറങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഞാൻ കുറച്ച് നേരം കൂടെ കളിച്ചോട്ടേ എന്ന് കരുതിയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ അവൻ വരുന്നില്ലെങ്കിൽ അവനെ തൂക്കിയെടുത്ത് കൊണ്ടുപോണ്ടി വരും. അപ്പം ഞങ്ങൾ വേഗം പോട്ടെ, അവനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ.